ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിനീത് ശ്രീനിവാസൻ അഭിനയിച്ച ഏറ്റവും പുതിയ സിനിമ ഒരു ജാതി ഒരു ജാതകമാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ കഥയിലെ ഹീറോയായ ജയേഷ് മമ്പറം. ജയേഷിന് 38 വയസ്സായി. ഒരു IT കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. 30 വയസ്സ് തൊട്ട് ജയേഷ് പെണ്ണ് കാണാൻ തുടങ്ങിയതാണ്. എന്നാൽ പെണ്ണിന് ജാതകം പോരാ, വെളുത്ത നിറമില്ല എന്നൊക്കെ പറഞ്ഞ് ജയേഷിന്റെ കല്യാണം ഇങ്ങനെ നീണ്ടു പോകുകയാണ്. ഇവനാണ് ജയേഷിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് കൃഷ്ണൻ. കൃഷ്ണനും ജയേഷും ഒരേ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. താമസിക്കുന്നതും ഒരുമിച്ചാണ്. ജയേഷ് പെണ്ണ് കാണാൻ പോയിട്ട് കോന്ത്രപ്പല്ലുണ്ട് എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്ത പെണ്ണിനെയാണ് കൃഷ്ണൻ കല്യാണം കഴിച്ചത്. അതിന്റെ ഒരു ചൊരുക്ക് ജയേഷിന് കൃഷ്ണനോടുണ്ട്. അങ്ങനെ ഒരു ദിവസം ജയേഷ് ഓഫീസിലെത്തിയ ശേഷം മാട്രിമോണി സൈറ്റിന്റെ ഏജന്റിനെ വിളിച്ച്, ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ 8 വർഷമായി പണം കൃത്യമായി തരുന്നുണ്ട്, ഇനിയെങ്കിലും നിങ്ങൾ എനിക്ക് നല്ലൊരു പെണ്ണിനെ കാണിച്ചു തരാൻ പറഞ്ഞ് മാട്രിമോണിയിലെ ബേബിയോട് പറയും. എന്നാൽ ബേബി പറയും, ജയേഷിന് 24 വയസ്സിൽ കൂടുതലുള്ള ഒരു പെണ്ണിനെ വേണ്ടെന്നാണല്ലോ പറയുന്നത്. അതുപോലെ നല്ല വെളുത്ത് നീണ്ട മുടിയുള്ള നായർ കൊച്ചിനെയല്ലേ വേണ്ടത്, അതിന് കുറച്ച് ടൈം എടുക്കും. എന്നാലും പേടിക്കേണ്ട, ജയേഷിന് 39 വയസ്സാകുന്നതിന് മുൻപ് ഞാൻ ജയേഷിന്റെ കല്യാണം നടത്തി തരുമെന്ന് ബേബി അവന് ഉറപ്പ് കൊടുക്കും. ഇതേ സമയം തന്നെ ജയേഷിന്റെ കൊളീഗായ സുചിത്ര അങ്ങോട്ടേക്ക് വന്നിട്ട് അവനോട് പറയും, ജയേഷ്, നീ എന്ത് പണിയാ കാണിച്ചത്? ആ റൈറ്റർ പായലിന്റെ റൈറ്റിംഗ്സിനെതിരായി നീ ഒരു ക്രിട്ടിക് എഴുതിയില്ലേ? അതിൽ നീ എന്തൊക്കെ പൊട്ടത്തരമാണ് എഴുതിയിരിക്കുന്നത്? സ്ത്രീകൾ കുലസ്ത്രീകളായിരിക്കണം, വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം എന്നൊക്കെ പറഞ്ഞല്ലേ എഴുതിയിരിക്കുന്നത്. ആ റൈറ്റർ പായൽ നിന്നെ അന്വേഷിച്ച് നടക്കുകയാണെന്ന് പറയും. എന്നാൽ ജയേഷ് പറയും, സ്ത്രീകളായാൽ കുറച്ച് അടക്കവും ഒതുക്കവും ഒക്കെ വേണമെന്ന്. സുചിത്ര പറയും, വെറുതെ അല്ല അപ്പോൾ നിനക്ക് പെണ്ണ് കിട്ടാത്തതെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. ഇതേ സമയം തന്നെ ജയേഷിന്റെ ബോസായ ബാബു സാർ അങ്ങോട്ടേക്ക് വന്ന് പറയും, എടാ ജയേഷേ, നീ ഈ കുലസ്ത്രീ സെറ്റപ്പുള്ള ഒരു പെണ്ണിനെ നോക്കിയിരിക്കുകയാണെങ്കിൽ നീ ഈ ജന്മം പെണ്ണ് കിട്ടാതെ ഇരിക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് ഒരു നല്ല കൊച്ചിനെ കണ്ടെത്തി അങ്ങ് കെട്ടാൻ പറയും. സാർ എന്നെ കളിയാക്കിയൊന്നും വേണ്ട, എനിക്ക് നല്ല ഒരു അടിപൊളി നായര് കൊച്ചിനെ തന്നെ കിട്ടും, സമയമാവുമ്പോൾ അവളിങ്ങ് വന്നോളുമെന്ന് ജയേഷ് ബോസിനോട് പറയും. ഇവനാണ് ജയേഷിന്റെ നാട്ടിലെ ബാല്യകാല ഫ്രണ്ടായ രതീഷ്. രതീഷ് ഒരു പോലീസുകാരനാണ്. അതുപോലെ തന്നെ നല്ല ഉത്തമ ഒരു മെയിൽ ഷോവനിസ്റ്റും. തന്റെ ഭാര്യയൊക്കെ ഒരു അടിമയെ പോലെയാണ് രതീഷ് കണക്കാക്കുന്നത്. ഈ രതീഷാണ് ജയേഷിന് ആവശ്യമില്ലാത്ത കുലസ്ത്രീ മൈൻഡൊക്കെ സെറ്റ് ചെയ്ത് ജയേഷിനെ ഈ വഴിക്കാക്കിയത്. അങ്ങനെ എല്ലാ വീക്കെൻഡും ജയേഷ് ലീവ് എടുത്ത് നാട്ടിലേക്ക് വരും. നാട്ടിലേക്ക് വന്ന് ഏതെങ്കിലും പെണ്ണ് പോയി കണ്ട് എല്ലാ പ്രാവശ്യത്തെയും പോലെ സെറ്റ് ആവാതെ തിരികെ വരാറാണ് പതിവ്. അങ്ങനെ ഈ വീക്കെൻഡും ജയേഷ് പെണ്ണ് കാണാനായി നാട്ടിലേക്ക് പോവുകയാണ്. എന്നാൽ ട്രെയിനിൽ വെച്ച് 2 ലവേഴ്സ് കാണിച്ചു കൂട്ടുന്നതൊന്നും കണ്ട് നമ്മുടെ കുലപുരുഷനായ ജയേഷിന് ഇഷ്ടപ്പെടില്ല. ജയേഷ് അങ്ങനെ ആ കമ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തേക്ക് വരും. അങ്ങനെ അവിടെ നിന്ന് ഒരു ചേട്ടനോട് ജയേഷ് പറയും, എന്താ ഈ പിള്ളേര് കാണിച്ചു കൂട്ടുന്നത്? ഒരു നാണവും മാനവും ഇല്ലാത്ത പിള്ളേരല്ലേ ചേട്ടാ എന്ന് പറയും. എന്നാൽ അയാൾ ഒരു കുണ്ടനായിരുന്നു. അയാൾ ജയേഷിനെ കണ്ടപാടെ പിടിച്ച് ഉമ്മ വയ്ക്കും. തന്നെ ഒരു വൃത്തികെട്ടവൻ ഉമ്മ വെച്ചു എന്ന വിഷമത്തിൽ ജയേഷ് നാട്ടിലേക്ക് വരുമ്പോഴാണ് അറിയുന്നത് തനിക്ക് സ്ഥിരമായി പെണ്ണ് നോക്കിയിരുന്ന ബ്രോക്കർ ബാലൻ ചേട്ടൻ മരിച്ചു എന്ന്. എന്തായാലും നാട്ടിലെത്തിപ്പോയല്ലോ, ഏതെങ്കിലും ഒരു പെണ്ണിനെ പോയി പെണ്ണ് കാണാമെന്നും പറഞ്ഞ് ജയേഷ് ഒരു പെണ്ണ് കാണാനായി പോകും. എന്നാൽ അവിടെ വെച്ച് അവരുടെ ജാതകം ചേരില്ലാത്തത് കൊണ്ട് ആ കല്യാണവും മുടങ്ങും. ജയേഷിന് ജാതകമൊക്കെ വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ജാതകം ചേരാത്ത ഒരു പെണ്ണിനെയും ജയേഷ് കല്യാണം കഴിക്കില്ല. എന്നാൽ ജയേഷിന്റെ ആ കല്യാണവും മൂഞ്ചിപ്പോയെന്ന് മനസ്സിലാക്കിയ ജയേഷിന്റെ കൂട്ടുകാരൻ രതീഷ്, നീ പേടിക്കണ്ട അളിയാ, ഞാൻ നിനക്ക് ഇവിടെ ഒരു പെണ്ണിനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അവൾ ആ കല്യാണ വീട്ടിൽ നിപ്പുണ്ട്, നീ പോയി പെണ്ണ് കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ വന്ന് പറയാൻ, ബാക്കി കാര്യം നമുക്ക് നോക്കാമെന്ന് പറയും. അങ്ങനെ കല്യാണത്തിന് വന്ന ആ നിത്യയെ ആ രാത്രി നമ്മുടെ ജയേഷ് പോയി പെണ്ണ് കാണും. എന്നാൽ നിത്യ ജയേഷിനോട് പറയും, ചേട്ടാ, ഞാൻ പഠിച്ചതൊക്കെ സംസ്കൃതമാണ്, പിന്നെ എനിക്ക് കുറച്ച് കൈ നോക്കാനും അറിയാമെന്ന് പറയും. എന്നിട്ട് ജയേഷിന്റെ കൈ നോക്കിയ ശേഷം അവൾ പറയും, ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ചേട്ടനെ അത്ര ഇഷ്ടമൊന്നും ആയില്ല, എന്നാലും ചേട്ടന്റെ കൈ നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ചേട്ടൻ വിഷമിക്കരുത്, ചേട്ടന്റെ ജീവിതത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ മാനഹാനി, ധനനഷ്ടം ഇതെല്ലാം ഉണ്ടാകും. പിന്നെ ചേട്ടന്റെ കല്യാണം നടക്കും, പക്ഷെ അത് ആണാണോ പെണ്ണാണോ എന്നൊന്നും അറിയാൻ കഴിയില്ല. അത്തരത്തിലുള്ളൊരു വളരെ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും കല്യാണം എന്ന് പറയും. ഇതും കൂടി കേൾക്കുമ്പോൾ പാവം നമ്മുടെ ജയേഷിന്റെ പാതി ഫ്യൂസ് പോകും. എന്നാൽ അടുത്ത ദിവസം ജയേഷിന്റെ ചേച്ചി വന്ന് അവനോട് പറയും, എടാ മോനെ ജയേഷെ, നീ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. നിന്നെ അന്ന് പെണ്ണ് കാണാൻ പോയപ്പോൾ ജാതകം ചേരില്ല എന്ന് പറഞ്ഞ വീട്ടിലുണ്ടായിരുന്ന ഒരു പയ്യനെ
എൻ്റെ മകളെ ഇഷ്ടമായി, അവരിന്നിവിടെ പെണ്ണ് കാണാൻ വരും. പക്ഷേ നീ പേടിക്കണ്ട, നിന്റെ ജാതകം ഒന്നുകൂടി നോക്കാം, എന്നിട്ട് നമുക്ക് രണ്ട് കല്യാണവും കൂടി ഒരു പന്തലിൽ വെച്ച് തന്നെ നടത്താമെന്ന് പറയും. എന്നാൽ ജോത്സ്യം വന്ന് പൊരുത്തം നോക്കിയിട്ട് പറയും, ജയേഷിൻ്റെ ചേച്ചിയുടെ മോളുടെയും ആ പയ്യൻ്റെയും ജാതകം നല്ല ചേർച്ചയുണ്ട്. എന്നാൽ ജയേഷിൻ്റെയും ആ പെണ്ണിൻ്റെയും ജാതകം ചേരില്ല, അതുകൊണ്ട് ജയേഷിൻ്റെ കല്യാണം നടക്കില്ല എന്ന് പറയും. എന്നാൽ ഇതും കൂടി കേൾക്കുമ്പോൾ ഇന്നലെ നിത്യ തൻ്റെ കൈനോക്കി പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ജയേഷിന് തോന്നും. ജയേഷ് ഉടനെ തൻ്റെ വീട്ടുകാരോട് പിണങ്ങി, ഞാൻ നിൽക്കുമ്പോഴാണോ എൻ്റെ അനന്തരവളുടെ കല്യാണം നടത്തുന്നതെന്നും പറഞ്ഞ് ജയേഷ് പിണങ്ങി തിരികെ തൻ്റെ വർക്ക് പ്ലേസിലേക്ക് വരും. എന്നാൽ തിരികെ ജോലിക്ക് പോയ ജയേഷിനെ വിളിച്ച് ജയേഷിൻ്റെ അമ്മ പറയും, എടാ മോനെ, നീ തിരികെ നാട്ടിലേക്ക് വാ, നിനക്ക് നല്ലൊരു പെണ്ണിനെ അമ്മ കണ്ടെത്തി വെച്ചിട്ടുണ്ട്, നിനക്ക് അവളെ കണ്ടാൽ എന്തായാലും ഇഷ്ടമാവുമെന്ന് പറയും. അങ്ങനെ ജയേഷ് ആ പെണ്ണിനെ വന്ന് കാണുകയും അവളെ ജയേഷിന് ഇഷ്ടപ്പെടുകയും ചെയ്യും. ജയേഷ് ആഗ്രഹിച്ചതുപോലെ തന്നെ നല്ല കുലസ്ത്രീയായ ഒരു പെൺകുട്ടി. അങ്ങനെ അവരുടെ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് കല്യാണം ഉറപ്പിക്കും. അങ്ങനെ തൻ്റെ കല്യാണം ഉറപ്പിച്ചതിൻ്റെ സന്തോഷത്തിൽ ജയേഷ് തിരികെ തൻ്റെ ഓഫീസിലേക്ക് വന്ന് അവിടെയുള്ളവർക്ക് എല്ലാവർക്കും ഒരു പാർട്ടി നടത്തും. എന്നാൽ അടുത്ത ദിവസം ജയേഷ് കല്യാണം കഴിക്കാനിരുന്ന പെണ്ണ് ജയേഷിനെ റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം പറയും, ചേട്ടാ, എനിക്ക് ചേട്ടനെ കല്യാണം കഴിക്കാൻ കഴിയില്ല, ഞാനൊരു ലെസ്ബിയനാണ്, അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, ചേട്ടൻ എന്നോട് ക്ഷമിക്കണം, ഈ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു തരണമെന്ന് പറയും. എന്നിട്ട് അവൾ ജയേഷിനോട് പറയും, ചേട്ടൻ എന്നെ ഇഷ്ടമായില്ല എന്നും പറഞ്ഞ് കല്യാണത്തിൽ നിന്ന് ഒഴിയാവൂ, അല്ലെങ്കിൽ അത് വീട്ടിൽ വലിയ പ്രശ്നമാകുമെന്ന് പറയും. എന്നാൽ കുലപുരുഷനായ ജയേഷിന് ഇതൊന്നും തന്നെ സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പാവമാകപ്പാടെ തകർന്നു പോകും. എന്നാൽ തിരികെ വീട്ടിലെത്തിയ ജയേഷിന് താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണൊരു ലെസ്ബിയൻ ആയതുകൊണ്ട് തന്നെ ഈ കല്യാണം നടക്കില്ല എന്ന് പറയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ എനിക്കിനി ഒരു കല്യാണവും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. എന്നാൽ ജയേഷിന് ഇത് എന്ത് പറ്റി, ഇവൻ എന്താ ഈ കല്യാണം വേണ്ട എന്ന് പറഞ്ഞതൊന്നും ഒന്നും തന്നെ വീട്ടുകാർക്ക് മനസ്സിലാവില്ല. എന്നാൽ ഇതേ സമയം ജയേഷിൻ്റെ മരുമകളും മാമൻ്റെ മോനും കൂടി ജയേഷ് അന്ന് കല്യാണത്തിൻ്റെ പാർട്ടി നടത്തിയ വീഡിയോ കാണും. എന്നാൽ അതിനിടയിൽ കുടിച്ച് ബോധമില്ലാത്ത ജയേഷ് ഒരു പയ്യനെ കിസ് ചെയ്യുന്നത് കാണും. ഇത് കാണുന്ന അവർക്ക് തോന്നും ജയേഷ് ഒരു ഗേ ആയതുകൊണ്ടായിരിക്കും കല്യാണം വേണ്ട എന്ന് പറയുന്നതെന്ന്. അവർ വീട്ടിലുള്ള എല്ലാവരോടും മാമൻ ഗേ ആണ് എന്ന് പറഞ്ഞു വരുത്തും. എന്നാൽ ഈ വാർത്ത അറിയുന്ന ജയേഷിൻ്റെ കൂട്ടുകാരൻ കൃഷ്ണൻ ജയേഷിനോട് വന്ന് പറയും, എടാ, എനിക്കും ഡൗട്ടുണ്ട് നീ ഗേ ആണോ എന്ന്. കാരണം ഇന്ന് വരെ നീ പെണ്ണ് കാണാൻ പോയിട്ടുള്ള ഒരു പെണ്ണിനോടും നിനക്ക് ഒരു അട്രാക്ഷനും തോന്നിയിട്ടില്ല, അതുകൊണ്ട് എനിക്കും ഡൗട്ടുണ്ടെന്ന് പറയും. എന്നാൽ ഇതെല്ലാം കേട്ട് സ്വയം കൺഫ്യൂസ്ഡായി നിൽക്കുന്ന ജയേഷിന് ഇനി താൻ ഗേ ആണോ എന്ന് ഓർത്ത് പുള്ളിയാകെ വിഷമത്തിലാകും. എന്നാൽ ഇതും കൂടി കേൾക്കുമ്പോൾ ആകെ തകർന്നു പോകുന്ന ജയേഷ് ഒറ്റയ്ക്ക് ഫ്ലാറ്റിൻ്റെ മുകളിൽ പോയി നിൽക്കും. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഹിന്ദിക്കാരി പെണ്ണ് കുടിച്ച് ബോധം കെട്ട് ജയേഷിൻ്റെ അടുത്ത് വന്ന് അവൾ അറിയാതെ ജയേഷിനെ കിസ് ചെയ്യും. എന്നാൽ അപ്പോൾ ജയേഷിന് ഒരു ഫീലിംഗ് തോന്നും. അതോടുകൂടി ജയേഷിന് മനസ്സിലാകും താൻ ഒരു ഗേ അല്ല എന്ന്. അങ്ങനെ താനൊരു ഗേ അല്ല എന്നറിയുമ്പോഴേക്കും ജയേഷിന് പാതി ആശ്വാസമാകും. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ജയേഷിനെ ഉമ്മ വെച്ച ഹിന്ദിക്കാരി പെണ്ണ് വന്ന് ജയേഷിനോട് പറയും, ജയേഷ് എന്നോടൊന്നും വിചാരിക്കരുത്, ഞാൻ അപ്പോഴത്തെ ഒരു മൂഡിൽ കിസ് ചെയ്തതാണ്, ഐ ആം സോറി എന്ന് പറഞ്ഞ് അവൾ പോകും. എന്നാൽ ജയേഷിന് അവൾ അങ്ങനെ പറഞ്ഞതിലൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. കാരണം ജയേഷിന് അവൾ കിസ് ചെയ്തപ്പോൾ താൻ ഗേ അല്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു. എന്നാൽ ഇതേ സമയം ജയേഷിൻ്റെ അച്ഛന് നെഞ്ചുവേദനയായി. ജയേഷ് നാട്ടിലേക്ക് ചെല്ലും. നാട്ടിലേക്ക് ചെല്ലുമ്പോൾ അച്ഛൻ ജയേഷിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ച ശേഷം പറയും, നീ മര്യാദയ്ക്ക് പെണ്ണ് കെട്ടിക്കോണം, എൻ്റെ ഫ്രണ്ടിൻ്റെ മകൾ ഇപ്പോൾ ഒരു വെഡ്ഡിങ് കമ്പനി നടത്തുന്നുണ്ട്, അവൾ നിന്നെ കൊണ്ടുപോയി പെണ്ണ് കാണിക്കും, നീ അവരെ ആരെങ്കിലും കെട്ടിക്കോണമെന്ന് പറഞ്ഞ് ജയേഷിനോട് ദേഷ്യപ്പെടും. ജയേഷ് അങ്ങനെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മകളോടൊപ്പം പലരെയും പോയി പെണ്ണ് കാണുമെങ്കിലും ആ കാണുന്ന പെൺപിള്ളേരെല്ലാം ജയേഷിനെ ഇഷ്ടമായില്ല എന്നും പറഞ്ഞ് റിജക്റ്റ് ചെയ്യും. എന്നാൽ അങ്ങനെ ഒടുവിൽ ജയേഷ് എവിടെന്ന ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കും. എന്നാൽ കല്യാണം കഴിച്ച ഉടനെ തന്നെ ഫോട്ടോ എടുക്കുന്നതിനിടയിൽ ആ പെണ്ണ് ഒരു ബൈക്കിൽ കയറി ഫോട്ടോഗ്രാഫറോടൊപ്പം രക്ഷപ്പെടും. എന്നാൽ അപ്പോഴാണ് പണ്ട് കൈനോക്കി നിത്യ പറഞ്ഞതുപോലെയാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ജയേഷ് ഇതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്നും പറഞ്ഞ് നിത്യയുടെ വീട്ടിലേക്ക് ചെല്ലും. അങ്ങനെ നിത്യയോട് സംസാരിക്കുമ്പോഴാണ് ജയേഷിന് മനസ്സിലാവുന്നത് ഇവൾക്ക് നല്ല മുഴുത്ത ഭ്രാന്താണ് എന്ന്, ഇവൾ പറയുന്നതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന്. ജയേഷ് അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം തൻ്റെ കൊളീഗായ കീർത്തിയെ വിളിച്ചു പറയും. എന്നാൽ കീർത്തി പറയും, ജയേഷ് ഏട്ടാ, ഈ വരുന്ന ആഴ്ച എൻ്റെ കല്യാണമാണ്, പക്ഷേ ജയേഷേട്ടൻ തീർച്ചയായും വരണം. പക്ഷേ എനിക്കൊരാളെ ഇഷ്ടമായിരുന്നു, അയാൾക്ക് എൻ്റെ ഇഷ്ടം മനസ്സിലായില്ല, ചിലപ്പോൾ അയാൾക്ക് എന്നെക്കാട്ടിയും ഏജ് ഉള്ളത് കൊണ്ടായിരിക്കും എന്നെ
എൻ്റെ ഈ ഇഷ്ടം മനസ്സിലാവാത്തതെന്ന് ജയേഷിനോട് പറയും. എന്നാൽ ഇത് കേൾക്കുമ്പോൾ തന്നെ ജയേഷിന് മനസ്സിലാകും അവൾക്ക് തന്നെയാണ് ഇഷ്ടമെന്ന്. അങ്ങനെ അടുത്ത ദിവസം ഇനി എന്തായാലും ഇവളെ തന്നെ ആ കല്യാണം സ്റ്റോപ്പ് ചെയ്തായാലും മാരി ചെയ്യണമെന്നും പറഞ്ഞ് ജയേഷ് പള്ളിയിലേക്ക് ചെല്ലും. എന്നാൽ അവിടെ എത്തുമ്പോൾ ജയേഷ് മൂഞ്ചിപ്പോവും. അവൾക്കിഷ്ടം ജയേഷിനെ അല്ലായിരുന്നു, ജയേഷിൻ്റെ ബോസ് ബാവുവിനെ ആയിരുന്നു. അവൾ കല്യാണ ചെറുക്കനെ വേണ്ട എന്ന് പറഞ്ഞ് ജയേഷിൻ്റെ മുന്നിൽ വെച്ച് ബാവുവിനെ കല്യാണം കഴിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അന്ന് ഈവനിങ് ബാവുവിൻ്റെയും അരുണിമയുടെയും മാരേജിൻ്റെ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് അരുണിമയെ കല്യാണം കഴിക്കാനായിരുന്ന പയ്യൻ വന്ന് വിഷമത്തോടെ പറയും, എന്നാലും നീ എന്നെ ചതിച്ചില്ലേ, നീ എന്തിനാ എന്നെ ചതിച്ചതെന്ന്. എന്നാൽ അപ്പോഴേക്കും നമ്മളുടെ ജയേഷ് പറയും, നീ വിഷമിക്കേണ്ട ബ്രോ, നിന്റെ അതേ അവസ്ഥയാണ് എനിക്കും, എൻ്റെയും കല്യാണം കഴിഞ്ഞതാണ്, കല്യാണം കഴിഞ്ഞ ശേഷമാണ് അവൾ എന്നെ ഇട്ടിട്ട് പോയതെന്ന് പറഞ്ഞ് രണ്ടുപേരും വിഷമിച്ചിരിക്കും. എന്നാൽ ഇതേ സമയം ജയേഷിൻ്റെ ഫ്രണ്ടായ വെഡ്ഡിംഗ് കമ്പനി നടത്തിയിരുന്ന മാലിനി അങ്ങോട്ടേക്ക് വരും. മാലിനിയോട് ജയേഷ് പറയും, ഈ ജാതിയിലും മതത്തിലുമൊന്നും ഒരു കാര്യവുമില്ല മാലിനി, രണ്ടുപേർ പരസ്പരം ഇഷ്ടപ്പെടുന്നതിലാണ് കാര്യമെന്ന് പറയും. എന്നാൽ മാലിനി അപ്പോൾ ജയേഷിനോട് പറയും, എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒന്ന് ഡേറ്റ് ചെയ്ത് നോക്കിയാലോ എന്ന്. ഇത് കേൾക്കുമ്പോൾ ജയേഷിന് വലിയ സന്തോഷമാകും. അങ്ങനെ ഈ ഒരു സീനോട് കൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക.